ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. ഏകദേശം 84 ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ എയർപോർട്ട് ഒരു എക്സ് ഷേപ്പിലാണ്. നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം, എക്സ് ഷേപ്പിലാണ് ഇത് പണിതിട്ടുള്ളത്. എത്തിഹാദ് എയർവേസ് മെയിൻ ഹബ്ബായിട്ടുള്ള ഈ എയർപോർട്ടിൽ ഏകദേശം 79 A380 അതായത് ജെയിൻറ്റ് ഹ്യൂജ് വിമാനങ്ങൾ ഒരു സമയത്ത് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഏകദേശം ഒരു 11,000 പേർക്ക് വരെ ഒരു മണിക്കൂറിൽ അറൈവ് ചെയ്യാനുള്ള സൗകര്യം ഈ എയർപോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ അവാർഡ് 2024 അവാർഡ് നേടിയെടുത്ത എയർപോർട്ടാണ് സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ ഡീറ്റെയിലിങ്ങും മറ്റു കാര്യങ്ങളും എങ്ങനെയുണ്ട്, ഫ്ലൈറ്റ്സ്, അതിൻ്റെ മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ വീഡിയോ ഉള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദുബായ് അബുദാബി സിറ്റികളുടെ മെയിൻ ഹൈവേയുടെ ഇടയിലാണ് നമുക്ക് ഈ എയർപോർട്ട് കാണാൻ പറ്റുക. അങ്ങ് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ എയർപോർട്ടിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ കാണുന്ന പോലെ, ടി വിയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ മൊബൈലിൽ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടൊരു വ്യൂ നമുക്ക് അങ്ങ് ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. എയർപോർട്ട് നല്ലൊരു മനോഹാരിത നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നതോടെ അതിൻ്റെ ബ്യൂട്ടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് പാർക്കിംഗ് ഫെസിലിറ്റീസും ഈ ഒരു എയർപോർട്ടിലുണ്ട്. ഏകദേശം 10,000 കാറുകൾ വരെ നമുക്കിതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ടെർമിനലിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ എയർലൈനിൻ്റെയും ഫ്ലൈറ്റിൻ്റെ ബോർഡ് നമുക്ക് പുറത്ത് കാണാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആളുകളെ ഡ്രോപ്പ് ചെയ്യാനോ പിക്ക് ചെയ്യാനോ നല്ല സൗകര്യം ഉണ്ടായിരിക്കും. നമുക്ക് ബോർഡ് അനുസരിച്ച് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് അതിൻ്റെ ചെക്ക് ഇൻ ഫെസിലിറ്റി തന്നെ കിട്ടും. ഞാൻ ചൂസ് ചെയ്തത് അബുദാബി കൊച്ചി ഇൻഡിഗോ എയർലൈനാണ്. അപ്പോൾ ഇൻഡിഗോൻ്റെ ബോർഡ് വരുന്ന ഒരു ഏരിയയിൽ ഞാൻ ഇറങ്ങി എൻ്റെ ഫ്രണ്ട്സിനെ യാത്രയാക്കി. നമുക്കിവിടെ കാണാം ഇൻഡിഗോൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുള്ളത്. 8 എന്ന് പറഞ്ഞൊരു എൻട്രിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഈ ഒരു വഴിയിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ചെക്ക് ഇൻ ഏരിയയിലേക്ക്, അതായത് ഇൻഡിഗോൻ്റെ ഡെസിഗ്നേറ്റഡ് ഏരിയയിലേക്ക് നമ്മളെത്തും. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയം ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ട്രാവലേഴ്സ് ഉള്ളിലിരിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ഇൻഡിഗോൻ്റെ കൗണ്ടർ അവർ വെച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കൗണ്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ ഈ എയർപോർട്ടിൻ്റെ നടുക്കിലിങ്ങനെ ആ ഒരു തീമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്കിനും എമിഗ്രേഷനും കഴിഞ്ഞ് നമുക്ക് ബാക്കി എയർപോർട്ടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ലോഞ്ച് അടക്കമുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. എൻ്റെ ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹാൻഡ് ക്യാരിയായിട്ട് നടക്കുകയാണ്. നടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പിംഗ് ഏരിയ മറ്റും കാണാം. അതിൻ്റെ ഒത്ത നടുക്കിലായിട്ട് ഏറ്റവും അറ്റത്ത് ബാക്ക് സൈഡിലായിട്ട് ഒരു ഗോൾഡൻ കളറിൽ ക്രിസ്മസ് ട്രീയും അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും എയർപോർട്ടിൻ്റെ പുറത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടലി നല്ലൊരു റഷുള്ള ടൈമാണ് ഇപ്പോഴത്തെ നേരം. കൂടാതെ ഞാൻ മിഡ് നൈറ്റ് ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് ഇപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ തിരക്കുകളും മറ്റും ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ ഈവൻ നമ്മുടെ യാത്രക്കാർ വിസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ആ ഡേ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ട്രാവലായിരിക്കും പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ എയർപോർട്ടുകളുള്ള പോലെ തന്നെ നൈറ്റ് ഈവനിങ് ടൈമിൽ ഇവിടെ നല്ല റഷാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോഴും മനസ്സിലായത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ചുറ്റും കാണാം ഒരുപാട് പേര് പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നത്. ഡി ആണ് നമ്മുടെ ഗേറ്റ്. നമുക്ക് ഒരുപാട് F വരെയുള്ള സോണുകൾ, ഗേറ്റുകളുടെ ഒരു സെക്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ഡി ഗേറ്റ് ലക്ഷ്യം വെച്ച് നടക്കാം. അവിടെ തന്നെയാണ് നമ്മുടെ ലോഞ്ചും. അബുദാബി ഡ്യൂട്ടി ഫ്രീ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പേൾ ലോഞ്ച് എന്നാണ് നമ്മുടെ ലോഞ്ച്. ആ ലോഞ്ചിൻ്റെ ബോർഡ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യും. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ തൊട്ട് ക്യൂ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ഏകദേശം ഒരു 30 മിനിറ്റ്സ് ക്യൂ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അബുദാബി എയർപോർട്ടിൻ്റെ ഹോട്ടൽ AUH ഹോട്ടൽ നമുക്ക് കാണാം. ഇപ്പോൾ ദീർഘദൂര യാത്രകൾക്ക് പോകുന്ന ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ മുറിയൊക്കെ എടുത്ത് മണിക്കൂറിന് മുറിയൊക്കെ എടുത്ത് പോകും. നമുക്കിവിടെ കാണാം ലോഞ്ചിൽ കയറാൻ അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഇവിടെ ഉണ്ട്. അങ്ങനെ ആ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിലെത്തി. ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. നമ്മുടെ അവിടുത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് നമുക്ക് ലോഞ്ചിൻ്റെ അകത്തേക്ക് കയറി ആദ്യം ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം എടുക്കാം. അതെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഫുഡിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് വരാം. ഇരിക്കാനുള്ളൊരു സ്ഥലം അന്വേഷിച്ച് നടപ്പാണ് ഞാൻ. ഭയങ്കര തിരക്കാണ്, നമുക്ക് ഇവിടെ കാണാം.
വൈകിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി തന്നെ സെലക്ട് ചെയ്തു. കോഴ്സ് മലയാളി ഏറ്റവും പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന വിഭവം ബിരിയാണി തന്നെയായിരിക്കും. ഇനി നമുക്ക് ഫുഡ് കൗണ്ടേഴ്സിലേക്ക് വരാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമ്മൾ സാധാരണ എയർപോർട്ട് ലോഞ്ചിൽ കാണാറുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ റൈസ്, കറികൾ. ഇപ്പോൾ ചിക്കൻ്റെ പല വിഭവങ്ങൾ നമുക്കിവിടെ ഇതിനകത്തുണ്ട്. ഞാനെടുത്തത് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഫിഷ് സ്റ്റീക്കാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഫിഷ് സ്റ്റീക്കാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് നമുക്ക് കേക്ക്സൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുക്കാം. യോഗട്ട് വേണ്ടവർക്ക് അത് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ, സീസണൽ ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് ഒരു ക്രിബ് പോലെയുള്ള സെറ്റപ്പും കുറച്ച് ട്രീസും നല്ല ഡെക്കറേഷനും ഒക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ക്യാൻസ് ഒന്നും എയർപോർട്ടുകളിലില്ല. ഇതുപോലെ തന്നെ മെഷീനിൽ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ബിവറേജസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫ്രഷ് ജ്യൂസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് കോഫി മെഷീനും കാണാം. നമ്മൾ സെൽഫായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ അതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും ഷുഗറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കീസും മറ്റ് ബ്രെഡ് ഐറ്റംസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അതിൻ്റെ കൂടെയുള്ള ജാമും മറ്റു കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്ത സാലഡ് വേണ്ടവർക്ക് നമുക്ക് ഇതിനകത്തുനിന്നും എടുക്കാവുന്നതാണ്. വളരെ ചെറിയൊരു ഏരിയ ആണല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ബോർഡ് ശ്രദ്ധിച്ചത്. ഡൈനിങ് റൂം 2 അവിടെയുണ്ട്. ഫസ്റ്റ് കയറി വന്ന് നമ്മൾ റൂം 1 ആണ്. അത് ഭയങ്കര സ്മോളാണ്. ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2ലേക്ക് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ വിൻഡോയിലൂടെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്ന ചെക്ക് ഇൻ കൗണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് യാത്രക്കാരവിടെ താഴെ വെയിറ്റിംഗ് ആണ് ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഡൈനിങ് റൂം 2ലേക്ക് പോകാം. ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ സ്ഥലം കിട്ടാത്ത ഒരാൾക്കാരും ഫാമിലി ആയിട്ടുള്ള ആളുകളും കൂടുതൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും പതിവ് തെറ്റിക്കാത്ത ഒരു ക്രിസ്മസ് ട്രീയും ഗിഫ്റ്റ് ബോക്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഏരിയയും ഉണ്ട്. പ്ലസ് കൂടുതലായിട്ടുള്ള അഡീഷണൽ പ്രൈവറ്റ് സ്പേസസും മുറികളും പല സെക്ഷനുകളായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ബോർഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സ്മോക്കിംഗ് ഏരിയ ഉണ്ട്, പ്രൈവറ്റ് മീറ്റിങ്ങിനുള്ള റൂമുകളുണ്ട്, പ്രൈവറ്റ് റൂം നോർമലി ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാനുള്ള റൂമുകളുണ്ട്. ഫുഡ് സെക്ഷൻ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ലിക്വർ നമുക്ക് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും, അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു മുസ്ലിം കൺട്രി ആയിട്ട് പോലും ഇവരിത് എയർപോർട്ടിൻ്റെ ലോഞ്ചിലും കാര്യങ്ങൾക്കൊക്കെയും സെർവ് ചെയ്യുന്നുണ്ട്. പ്രത്യേക ലിമിറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ലോഞ്ചിനകത്ത് അവർ വെച്ചിട്ടില്ല. ഇത് കൂടാതെ നമുക്ക് എത്തിഹാദിൻ്റെ വേറൊരു ലോഞ്ചും ഈ ഒരു എയർപോർട്ടിൽ അവൈലബിൾ ആണ്. എത്തിഹാദിൽ പോകുന്നവർക്കും ബിസിനസ് ക്ലാസ് എടുക്കുന്നവർക്കും ആ ഒരു ലോഞ്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് മീറ്റിംഗ് റൂം കാണാം. മീറ്റിംഗ് റൂംസ് പെയ്ഡ് ആണെന്നാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. ആരും അവിടെ മീറ്റിംഗ് റൂം ഉപയോഗിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഓഫീസ് ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്ക് സമയം ലാഭിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ മീറ്റിംഗ് റൂം എടുക്കാം. മാഗസീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൈം നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടൊരു ചെറിയൊരു മുറിയും കൂടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഒരു ഏരിയ ആണ്. ഇവിടെ ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഇത് അടച്ചിട്ടിട്ട് അത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇരിക്കുകയൊക്കെ ചെയ്യാം. സ്മോക്കിംഗ് റൂമും ആസ് യൂഷ്വൽ ഉണ്ട്. ഞാനൊരു ക്യാപ്പുച്ചീനും കൂടിയും എടുത്ത് കുടിച്ച് ഈ ഒരു ലോഞ്ച് വിടാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് സ്നാക്സ് എടുക്കാനും കൂടിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഫ്ലൈറ്റിന് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വെജ് പീസും 2 റോളും എടുത്തിട്ട് കോഫിയും കുടിച്ചിട്ട് നമുക്ക് ഈ ലോഞ്ചിനോട് താൽക്കാലികമായിട്ട് വിട പറയാം. നോർമൽ ലോഞ്ചിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ബിസിനസ് ലോഞ്ച് കൂടി കാണാം. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ടോപ്പ് എയർലൈൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഞ്ച് ഉള്ളത്. സോ ഗായ്സ്, അതായിരുന്നു നമ്മുടെ ലോഞ്ചിൻ്റെ വീഡിയോ. ലോഞ്ചിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ നമുക്ക് ബ്രാൻഡുകളും ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാ എയർപോർട്ടിലും ഒരുവിധം എല്ലാ എയർപോർട്ടുകളും ഇങ്ങനത്തെ ഏരിയ ഒക്കെ ഉണ്ട്. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു
റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലോഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോഞ്ചിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് സൗകര്യം പോലെ ഫാമിലിയായിട്ട് ലോഞ്ച് ആക്സസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. അഫ്കോഴ്സ് എയർപോർട്ടിലെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, അപ്പോൾ അത് അഫോർഡ് ചെയ്യാനുള്ളവർക്ക് വരാം. അപ്പോൾ നമ്മുടെ D48 ആണ് നമ്മുടെ ഗേറ്റ് ഇൻഡിഗോൻ്റെ. എയർപോർട്ടിൻ്റെ അങ്ങേയൊരു അറ്റത്താണ്. അപ്പോൾ അവിടേക്കുള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റൊക്കെ ഈ രാത്രി ആയതുകൊണ്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോൺ കൂടുതലായിട്ടും അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് വെള്ളം കുടിക്കുന്ന ഒരു ഏരിയ ആണ്. പല എയർപോർട്ടുകളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡെസിഗ്നേറ്റഡ് സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഷേപ്പിലാണ് അവരൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ജെൻസിനും ഫീമെയിൽസിനും 2 ഏരിയയിൽ കൂടുതൽ എൻട്രി ഉണ്ട്. ഒരു അർബൻ ഫുഡിൻ്റെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉടനീളം എയർപോർട്ടിൻ്റെ ഈ ഒരു ഗേറ്റിലേക്ക് പോകുന്നതിൻ്റെ അടുത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലായിട്ട് ഇത് കാണാം. D48 ആണ്. ഞാനവിടെ ചെന്നപ്പോൾ അഹമ്മദാബാദിലെ ഫ്ലൈറ്റാണ് D48 അവർ ചാർട്ട് ചെയ്തിട്ടുള്ളത്. D49 നോക്കിയപ്പോൾ നമ്മുടെ കൊച്ചി ഫ്ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ കാണുന്നുണ്ട്. സോ ഞാൻ അവിടേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പിന്നെയും ക്രിസ്മസ് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഏരിയകളും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഫുട്ബോൾ മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഏരിയയും തൊട്ടടുത്തായിട്ട് നമുക്ക് അബുദാബി ഡ്യൂട്ടി ഫ്രീ ഷോപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഗേറ്റിൻ്റെ അവിടെയുള്ള ചെയേഴ്സിനകത്ത് ഈ ഒരു റിക്ലൈനർ മോഡലുള്ള ചെയേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനൊരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ ഇരുന്ന് പറയാം. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ വീഡിയോ. നമുക്ക് യൂഷ്വലി എല്ലാ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി ഫ്ലൈറ്റുകൾക്ക് പറ്റുന്ന പോലെ തന്നെ എയർപോർട്ടിൻ്റെ എങ്ങേ അറ്റത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫ്ലൈറ്റും നമുക്കുള്ളത്. പിന്നെ നമുക്ക് ഗേറ്റ് ചേഞ്ച്, നേരത്തെ കാണിച്ച പോലെ ഗേറ്റ് ചേഞ്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ദുബായിയുടെ ലക്ഷറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിരുന്നു വീഡിയോ എനിക്കകത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സൊന്നും അബുദാബി എയർപോർട്ടിൻ്റെ ലോഞ്ചിന് നമുക്കില്ല. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വരും കാലങ്ങളിലേക്കുള്ള കുറേ പണികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ വരും. ഇപ്പോൾ ഫ്ലൈറ്റുകൾ എണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ട്രാവലേഴ്സിനൊക്കെ റഷ് കുറവായിരിക്കും. എന്നാലും നമ്മൾ നേരത്തെ കണ്ട പോലെ വെയിറ്റിംഗ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റ് അബുദാബിയിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ എയർപോർട്ടിലും എയർലൈൻസിലൊക്കെ വരും നമുക്ക് വിചാരിക്കും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അബുദാബി എയർപോർട്ടും പേൾ ലോഞ്ചും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.